രണ്ടു നാളായി റോഡിലൊരു പട്ടി ചത്തു കിടക്കുന്നു, കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. വരുന്നവർ മൂക്കുപൊത്തി കടന്നുപോയി, വരിഷ്ഠമാം നഗരത്തിൻ സ്ഥിതിവിശേഷം. അയലത്തെ പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ ചുമതല മറന്ന് ഏറും അഹങ്കാര സ്വരത്തിൽ വൻഗമയിൽ ഈ വിധമയാൾ തുറന്നടിച്ചു. അതിനച്ചു സ്വന്തം നാട്ടിൽ മരിച്ചോർതൻ കാര്യമെല്ലാം വിധി പോലെ പുരോഹിതരല്ലി നോക്കേണ്ടു. കവിതയെ വെറും ജീവനോപാധിയായോ ആത്മാവിഷ്കാരമായോ മാത്രമല്ല ചെമ്മനം ചാക്കോ കാണുന്നത്. കവിതയ്ക്ക് സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഒരു പങ്കുണ്ട്. തൻ്റെ ആളില്ലാ കസേരകൾ എന്ന കവിത അത്തരത്തിൽ ഒരു മാറ്റം സൃഷ്ടിച്ചതിൻ്റെ സന്തോഷം അദ്ദേഹം മറച്ചുവെച്ചില്ല. ഒരു വയസ്സനുണ്ട്, ജോബിട്ട് ഒരു വയസ്സൻ വന്നിട്ട് എൻ്റെ എതിരെ വന്നിട്ട്, സാറേ ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, എൻ്റെ PF കിട്ടാനായിട്ട് ഞാൻ 3 തവണ അക്കൗണ്ട് ഓഫീസിൽ പോയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിൻ്റെ കവിത കണ്ടത്. ഇനി വല്ലതും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഓഫീസിൽ നിന്ന് ഓർഡർ കയ്യിൽ കിട്ടി, സാറിന് തോറ്റു നമസ്കാരം എന്ന് പറഞ്ഞു. എനിക്കുണ്ടായ സന്തോഷം, എനിക്ക് പല അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ കൂടുതൽ വലിയ അവാർഡ് കിട്ടിയാൽ പോലും ഇത്രയും ഒരു സന്തോഷം എനിക്കുണ്ടാവില്ലെന്ന് പറഞ്ഞു. വിമർശഹാസ്യത്തിൻ്റെ പേരിൽ ഒട്ടേറെ പേർ തനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും താൻ ഏറെ വിമർശിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാർ ഒരിക്കലും തനിക്ക് ദുരനുഭവം തന്നിട്ടില്ലെന്നും ചെമ്മനം ചാക്കോ പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ചിട്ടുള്ളത് എന്നെ ഒരു വിമർശഹാസ്യ കവി ആക്കിയതും രാഷ്ട്രീയ വിമർശനം, പ്രധാനമായിട്ടും രാഷ്ട്രീയ വിമർശനമാണ്. വളരെ നിർഭയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവർ കള്ള പരീക്ഷകൾ തന്നെയാണെന്ന്, അതുപോലെ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഹിതകരമല്ലാതെ പ്രതികരിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ജി പ്രസാദ് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.